നമസ്കാരം. തുറമുഖത്തിന് വേണ്ടിയുള്ള പ്രചരണത്തിനിടയ്ക്ക് ഒരു ചരിത്രകാരനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നളന്ദ തക്ഷശില ആ കാലത്തുണ്ടായിരുന്ന കാന്തള്ളൂർ ശാല അതുപോലെ അത്തരം സ്ഥാപനങ്ങളെ പോലെ ലോക പ്രശസ്തി ആർജിക്കാതെ പോയത്. അദ്ദേഹത്തിന്റെ മറുപടി, അതാണ് കേരളത്തിന്റെ ദുര്യോഗം. ശൈലികം ആരംഭിക്കുന്നു. തക്ഷശിലയും നളന്ദയും കാന്തള്ളൂർ ശാലയും അല്ല ഇന്നത്തെ വിഷയം. കാത്തുകാത്തിരുന്ന ഔട്ടർ റിംഗ് റോഡിന്റെ പരീക്ഷണങ്ങൾ ചിലത് തുടങ്ങിയെന്ന് വേണം കരുതാൻ. സ്വരൂപ് എന്ന് പറയുന്ന ശൈലികമണ്ഡലയുടെ പ്രേക്ഷകൻ പോകുന്ന വഴിക്ക് ഔട്ടർ റിംഗ് റോഡിന്റെ ഊരൂട്ടമ്പലം എന്ന് പറയുന്ന പ്രദേശത്ത് സോയിൽ ടെസ്റ്റിങ്ങിന് പോലുള്ള എന്തോ കാര്യമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു തുടക്കം കുറിച്ച ലക്ഷണമുണ്ട്. നമ്മുടെ ഔട്ടർ റിംഗ് റോഡ്, അതിനെ സംബന്ധിച്ചൊരു യോഗം 12/5/26 മെയ് മാസം 12-ാം തീയതി ഒരു യോഗം നടന്നതിന്റെ മിനിറ്റ്സ് വായിക്കാൻ ഇടവന്നു. അപ്പൊ അവിടെ നടന്ന ചർച്ചകൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങളൊക്കെ വായിച്ചപ്പോൾ ഡൽഹിയിലിരിക്കുന്ന ആർക്കും ഇപ്പോഴും ഈ കേരളത്തെക്കുറിച്ച് അറിയില്ല. കേരളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ തുറമുഖത്തെക്കുറിച്ചോ അവർക്ക് യാതൊരു ഗ്രാഹ്യവുമില്ല, അറിയാൻ താല്പര്യവുമില്ല. ഇത്തരം പ്രൊജക്ടുകൾ ചെയ്യുമ്പോൾ ദയവേത് നിങ്ങളൊരു വീഡിയോ കോളിലൂടെ എങ്കിലും, നേരിട്ട് വരണമെന്നൊന്നും പറയുന്നില്ല, നിങ്ങളൊക്കെ വളരെ തിരക്കൂടിയ ആളുകളാണ്, വീഡിയോ കോളുകളിലൂടെയെങ്കിലും ഈ ലൊക്കേഷനും മറ്റും ഒന്ന് മനസ്സിലാക്കിയിട്ട് ചർച്ചയ്ക്കിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ നളന്ദ തക്ഷശില പറയാൻ കാരണം അവരെക്കാൾ പ്രാമുഖ്യമുള്ളതായിരുന്നു കാന്തള്ളൂർ ശാല. പക്ഷെ കാന്തള്ളൂർ ശാല ലോകത്തിലധികം അറിയപ്പെടാതെ പോയി. കാരണം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ആണ് തടസ്സമെന്ന് പറഞ്ഞു. നമ്മുടെ വിന്ധ്യൻ, അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാനോ ഇവിടെയുള്ള ആളുകൾക്ക് നമ്മൾ ഇന്നത്തെ പോലെ 5G കണക്ടിവിറ്റി ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ വിമാനവും ട്രെയിനും ഒന്നുമില്ല. കാൽനടയായോ മൃഗങ്ങളുടെ പുറത്ത് കയറിയോ ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത്. അപ്പൊ ഈ നമ്മുടെ സഹ്യപർവ്വതം വലിയൊരു തടസ്സമായി നിന്നത് കാരണം ഇവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ കടല് വഴി പടിഞ്ഞാറോട്ടും തെക്കോട്ടുമൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്തോട്ട് നമ്മുടെ വിവരങ്ങൾ അധികം എത്തിയില്ല. അതുപോലെയാണ് ഇപ്പോഴും കേരളത്തിന്റെ വിവരങ്ങൾ സഹ്യപർവ്വതം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവർക്ക് ഇങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല. കുറച്ച് ചോദ്യവും ഉത്തരവും വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതിന്റെ അധ്യക്ഷൻ ഈ യോഗത്തിൽ PPPAC, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്രൈസൽ കമ്മിറ്റി, അതിലെ ആ കമ്മിറ്റിയുടെ ഒരു സംശയം ഇതായിരുന്നു: ദ പ്രൊപ്പോസ്ഡ് കണക്ടിവിറ്റി വിൽ സ്പേർ ദ ക്രിയേഷൻ ഓഫ് ബിറ്റ്വീൻ 6.4 lakh and 14.1 lakh ന്യൂ ജോബ്സ്. ഈ ജോബ് എന്ന് പറയുന്നത് ഏതാണ്? ഈ റോഡ് പണിയുടെ ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ തുറമുഖവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഒന്നും അവരുടെ കൺസെപ്റ്റ് ഇല്ല. അവർക്കൊരു ഔട്ടർ റിംഗ് റോഡാണ്. അപ്പൊ മിക്കവാറും ഈ 6.4, 14.1 ലക്ഷം ജോലി എന്ന് പറയുന്നത് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാൻ ഇടയുള്ളതാണ്. വിൽ റെഡ്യൂസ് ദ ട്രാവൽ ടൈം ആൻഡ് കൺജഷൻ. ഇത് യാത്രാ സമയവും തിരക്കും കുറയ്ക്കും. ദ പ്രൊപ്പോസ്ഡ് അലൈൻമെന്റ് ഡിസൈൻ ഫോർ എ സ്പീഡ് റേഞ്ച് ഓഫ് 100 km/h. 100 കിലോമീറ്റർ വേഗതയിൽ പോകാനാണ് ഈ റോഡ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നീതി ആയോഗിന്റെ ഒരു പ്രതിനിധി, പ്രോഗ്രാം ഡയറക്ടർ എന്നാണ് കാണുന്നത്, പ്രോഗ്രാം ഡയറക്ടർ നീതി ആയോഗ്, അദ്ദേഹത്തിന്റെ ചോദ്യം അതാണ് എന്നെ നളന്ദയിലോട്ടും തക്ഷശിലയിലോട്ടും ഒക്കെ നയിച്ചത്. ദി എക്സിസ്റ്റിംഗ് കോറിഡോർ ഇസ് 6 lane. എനിക്ക് മനസ്സിലായില്ല, എവിടെയാണ് കേരളത്തിൽ ഒരു 6 lane ഉള്ളത്? NH എന്നൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോ PWDയുടെ നമ്പർ 2 ആയിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനും എന്നോട് പറഞ്ഞത് 4 lane എന്നാണ്. അപ്പൊ ഇവിടെ ദ എക്സിസ്റ്റിംഗ് കോറിഡോർ ഇസ് 6 lane while the proposed facility is a 4 lane access control corridor. നിലവിൽ 6 lane ഉണ്ട്, ഇപ്പൊ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന 4 lane ആണ്. രണ്ടും കൂടി ചേർന്ന് റിസൾട്ടിങ് ഇൻ എ കമ്പൈൻഡ് 10 lane കോൺഫിഗറേഷൻ. രണ്ടും കൂടെ ചേരുമ്പോൾ 10 lane ഉണ്ട്. ഇത് എവിടെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതാണ് ഞാൻ പറഞ്ഞു, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല, അവിടെ ഇരിക്കുന്നവർക്ക് ഇവിടെ മനസ്സിലാവുന്നില്ല, ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങോട്ട് ധരിപ്പിക്കേണ്ടവർക്കും മനസ്സിലാവുന്നില്ല. ഇനി നിലവിലുള്ള NHന്റെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിലവിൽ 4 വരി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പുതുതായി വരാൻ പോകുന്നത് 4 വരി. അപ്പൊ 8 വരി. ഈ 10 ലൈൻ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. However, the current traffic is only around 35,000 PCUs, passenger car units. 35,000 പാസഞ്ചർ കാർ യൂണിറ്റ്സ് ആണ് ഇപ്പോ
ഈ ട്രാഫിക്, ഇവിടെയുള്ള ട്രാഫിക് ഉള്ളത്. ഏത് കണക്കാണ് നമുക്ക് മനസ്സിലായി. ഇപ്പൊ തന്നെ അന്വേഷിക്കുമ്പോൾ 3800, 7400 റേഞ്ചാണ് ഒരു മണിക്കൂറിൽ. നമ്മുടെ തിരുവനന്തപുരത്തെ റോഡിലെ ട്രാഫിക് ഒരു മണിക്കൂറിൽ 3800 മുതൽ 7400 വരെയാണ്. ഇത് ഒരു ദിവസത്തെ ആയിരിക്കാം. അപ്പൊ ഇത് പഴയ ഏതോ ഒരു കണക്കെടുത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിലവിലുള്ള കേരളവും അല്ല ചിന്തിക്കേണ്ടത്. വരാനിരിക്കുന്ന കേരളം, വരാനിരിക്കുന്ന ട്രിവാൻഡ്രം, ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആളുകൾ പഴയ കണക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. However, the current traffic is only around 35,000 passenger car units, which does not even warrant augmentation of the existing 6-lane stretch. ഈ ട്രാഫിക് വെച്ചിട്ട് ഇപ്പോഴുള്ള 6 വരി പാത കൂട്ടേണ്ട കാര്യം പോലുമില്ല. ഏത് 6 വരി പാതയാണെന്ന് ദേവിയത് പ്രേക്ഷകർ എനിക്ക് പറഞ്ഞുതരാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അത് കൂട്ടേണ്ട ആവശ്യം പോലും ഇല്ലെന്നാണ് പറയുന്നത് ഈ ട്രാഫിക് വെച്ചിട്ട്. വാട്ട് ഇസ് ദ റാഷണൽ ഫോർ പ്രപ്പോസിംഗ് എ ന്യൂ 4-lane കോറിഡോർ? ഈ സാഹചര്യത്തിൽ പുതിയൊരു ഔട്ടർ റിംഗ് റോഡ് പ്രപ്പോസ് ചെയ്യേണ്ട സാഹചര്യം എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. നീതി ആയോഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട്, ഹൈവേ, അവരുടെ മറുപടി, ദ പ്രൊജക്ട് പ്രപ്പോസൽ ഫോർ എ 4-lane ആക്സസ് കൺട്രോൾ കോറിഡോർ ഇസ് ഡ്രിവൺ പ്രൈമർലി ബൈ ദ ഡെവലപ്മെന്റ് ഓഫ് എ മേജർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് അറ്റ് വിഴിഞ്ഞം. അത്രയെങ്കിലും അവർക്ക് പറയാൻ പറ്റി. ഇവിടെ ഒരു തുറമുഖമുണ്ട്. ആ തുറമുഖം കാരണം വരാവുന്ന ഒരു ട്രാഫിക്കിന്റെ പ്രൊജക്ഷനിൽ നിന്നാണ് ഇങ്ങനെ ഒരു പുതിയ റോഡിന്റെ ആവശ്യകത ന്യായീകരിക്കപ്പെടുന്നത്. അതിന്റെ കണക്ക് പോലും അവർ പറയുന്നില്ല. അദാനി പോലും 4.5 lakh പ്രതീക്ഷിച്ചെടുത്ത് 13 ലക്ഷം കടന്നു ആദ്യത്തെ വർഷം. ആദ്യത്തെ സമ്പൂർണ്ണ വർഷം 13 ലക്ഷം. ഈ ഒരൊറ്റ കണക്ക് മതി ഡൽഹിയിലിരിക്കുന്ന ഈ വലിയ മുതലാളിമാരെ അത്ഭുതപ്പെടുത്താൻ. പക്ഷേ പറയേണ്ടവരാരും പറയുന്നില്ല. ഇവിടുത്തെ MP എന്താണ് ജോലിയെന്ന് ദയവേത് പ്രേക്ഷകർ ചോദിക്കുക. അപ്പൊ അങ്ങനെയുള്ള കണക്കുകൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇനി 2028 57 ലക്ഷം, നമ്മൾ സ്വപ്നം കാണുന്ന 10 കോടി. ഇതൊക്കെ ആര് പറയും നീതി ആയോഗിനോട്? മിനിസ്ട്രി ഓഫ് സർഫസ് ട്രാൻസ്പോർട്ട്, അവർക്കും ഇതൊന്നും പിടിയില്ല. അപ്പൊ ഇവിടെ 4 ലൈൻ അല്ല 8 ലൈൻ 16 ലൈൻ റോഡ് വേണമെന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കെ ഏതോ കാലത്തെ 35,000 പാസഞ്ചർ കാർ യൂണിറ്റിന്റെ കണക്ക് വെച്ചിട്ടാണ് നീതി ആയോഗ് പോലുള്ള ഒരു സംഘടനയുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ വന്ന വേറൊരു ചോദ്യമാണ്, സമയം കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കാം. Whether the port traffic is also expected to use the proposed corridor. നമ്മുടെ തുറമുഖത്തിന്റെ ട്രാഫിക്കും ഈ പുതിയ കോറിഡോർ ഉപയോഗപ്പെടുത്തുമോ? Yes, the port generated traffic is expected to utilize the proposed corridor. തീർച്ചയായിട്ടും തുറമുഖത്തിന്റെ ട്രാഫിക്. പക്ഷെ എത്ര ട്രാഫിക് എന്ന് ആരും പറയുന്നില്ല, ഒരാൾ പോലും പറയുന്നില്ല. The existing corridor already carries heavy traffic and additionally sustained port traffic is also expected to be shifted to the proposed corridor. നിലവിൽ ഉള്ള റോഡിൽ കൂടെ തന്നെ പോകുന്നു. അത് കൂടാതെ പുതിയ ട്രാഫിക്കും വരും എന്നല്ലാതെ യാതൊരു കണക്കുമില്ല. ഇൻ സച്ച് എ സിനാരിയോ, വൈ ഹാസ് ദ പ്രൊജക്ട് നോട്ട് ബീൻ സ്ട്രക്ചേർഡ് വിത്ത് എ 25-year കൺസെഷൻ പീരീഡ് ആൻഡ് നോ VGF? ഇവിടെ പുതിയ തുറമുഖത്തിന്റെ പുതിയ അഡീഷണൽ ട്രാഫിക്, അഡീഷണൽ കണ്ടെയ്നർ ട്രക്കുകൾ വരുമെങ്കിൽ അവർക്കറിയേണ്ട വിഷയം ഇതാണ്. ഇതിന്റെ ലൈസൻസ് 20 ഇപ്പൊ 20 വർഷമാണ്. അത് എന്തുകൊണ്ട് 25 വർഷമാക്കിക്കൂടാ? ഇപ്പോൾ 20 വർഷവും കുറച്ച് VGF നൽകുന്നത് VGF ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ട് 25 വർഷം നീട്ടിക്കൊടുത്തു? അപ്പൊ അവർക്ക് ഈ വളരെ ലളിതമായ VGF-ഉം അല്ലെങ്കിൽ കാലയളവിനപ്പുറം യഥാർത്ഥ പ്രൊജക്ഷൻ, ഈ തുറമുഖം എന്താണ് നാളെ ഇന്ത്യ മഹാരാജ്യത്തിന് ചെയ്യാൻ പോകുന്നതെന്ന് നാളിതുവരെ ഡൽഹിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പിടികിട്ടിയിട്ടില്ല. ഇവിടുന്ന് പോകുന്ന ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച ഒരു കണക്കും അവതരിപ്പിക്കുന്നില്ല. ഇവിടുത്തെ MP-മാർ കുറഞ്ഞ പക്ഷെ 2 പേരെങ്കിലും ഉണ്ടല്ലോ, അവരും ഇതൊന്നും ധരിപ്പിക്കുന്നില്ല. ആകെ ഇതൊക്കെ ധരിപ്പിക്കുന്നത് നമ്മളും സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരണങ്ങളിലൂടെയും അവതരണങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നിലവാരം പോലും ഇല്ലാത്ത ആളുകളാണ് നമ്മളെ ഭരിച്ചു പൊലിപ്പിച്ച് കാന്തല്ലൂർ ശാലയുടെ അവസ്ഥയിൽ നമ്മളെ ഇപ്പോഴും ചവിട്ടി താഴ്ത്തിയിട്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഈ മേലാളന്മാർക്ക് വേണ്ടി നമ്മുടെ ശ്രീനാഥ് ഇന്നലെ എടുത്ത 15-ാം തീയതി എടുത്തത് 16-ാം തീയതി തൂത്തുക്കുടി പോർട്ടിൽ നിന്ന് കയറുകയാണ്. തൂത്തുക്കുടി പോർട്ടിൽ നിന്ന് നേരെ പോകുന്നത് മൊണ്ട്ര. അവിടെ നിന്ന് പിന്നെ ഫ്രാൻസിലെ ഫൊസൂർമോറിലോട്ടാണ് പോകേണ്ടത്. നമ്മുടെ ഇവിടെ നിന്നെങ്ങാണ്ട് പോയതാണ്. മീനാണോ മത്സ്യമാണോ കൊഞ്ചാണോ എന്നറിയില്ല. നമ്മുടെ ഫ്രണ്ടിൽ കൂടി പോയ കണ്ടെയ്നറാണ്. എന്തായാലും ഞാൻ കണ്ടെയ്നറിന്റെ വിവരമോ കളറോ ഒന്നും പറയുന്നില്ല.
കമ്പനി പെട്ടെന്ന് തിരിച്ചറിയും. എടുത്തിരിക്കുന്നത് 63 ദിവസമാണ്. 63 ദിവസം. TRV എന്നാണെങ്കിൽ 27 28 ദിവസം. ദിവസത്തിന്റെ വ്യത്യാസം പറഞ്ഞു ഞാൻ മടുത്തു. ഇത് പറയുന്നത് ഡൽഹിയിലിരിക്കുന്ന മുതലാളിമാർ ഈ തുറമുഖം ഈ രാജ്യത്തിന് നൽകുന്ന, നാളെ നൽകാൻ പോകുന്ന നേട്ടങ്ങൾ 63 ദിവസം കൊണ്ട് പോകുന്നത് 27 28 ദിവസം കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു തുറമുഖം ഇവിടെ വന്ന വിവരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് അറിയാം. അദ്ദേഹം ചിലരെയൊക്കെ ചില ഷട്ടം കെട്ടിയിട്ടുള്ളതും അറിയാം. പക്ഷെ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞില്ല, പഠിച്ചില്ല. UPSCയിൽ പോലും ചോദ്യങ്ങൾ വന്നു. ദയവേത് നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് ഇത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക.